കൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. പോളിംഗ് ശതമാനം ഉയർന്നത് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ. ചന്ദ്രാപിന്നി മേഖലയിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 5 മാസം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ. കേച്ചേരി തലക്കോട്ടുകരയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷകൾ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. അമ്പലപുരം സ്വദേശി മുഹമ്മദാണ് മരിച്ചത്. ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് ഇനി ഓർമ്മയായി. ഭൗതിക ശരീരത്തിൽ നാടിന്റെ നാനാതുറകളിൽപ്പെട്ട 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വാർത്തയിലേക്ക് വിശദമായി. ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. പോളിംഗ് ശതമാനം ഉയർന്നത് ഗുണകരമാകുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ. SIR-ന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായതിനാൽ കണക്കുകൂട്ടലുകൾ ശരിയാകുമോ എന്ന കാര്യത്തിലാണ് ആശയക്കുഴപ്പം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 75% പോളിംഗ്. എന്നാൽ ഇത്തവണ പോളിംഗ് ശതമാനം 77 കടന്നു. ജില്ലയിൽ പോളിംഗ് ശതമാനം ഈ വിധം ഉയരുന്നത് അനുകൂലമാകുമെന്നാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. SIR-ന് ശേഷം പുറത്തിറങ്ങിയ വോട്ടർ പട്ടികയിൽ 1.5 ലക്ഷം വോട്ടുകൾ ജില്ലയിലെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 1 സീറ്റ് മാത്രമാണ് UDF-ന് ലഭിച്ചത്. ഇത്തവണ ചുരുങ്ങിയത് 7 സീറ്റെങ്കിലും പിടിക്കാൻ കഴിയുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും ഒരു അട്ടിമറി വിജയം തന്നെ ഞങ്ങളെ സംബന്ധിച്ച് തൃശ്ശൂരിലുണ്ടാകും. കഴിഞ്ഞ 10 വർഷക്കാലമായി ഞങ്ങൾക്ക് ഓരോ MLA-മാരാണ് ലഭിച്ചിരുന്നത്. അന്ന് ഇടതുപക്ഷത്തിന് ഗുണകരമായ ചില ഘടകങ്ങളുണ്ടായിരുന്നു. തീർച്ചയായും ആ ഘടകങ്ങളൊക്കെ ഈ പ്രാവശ്യം UDF-ന് അനുകൂലമായി മാറുകയാണ്. ബൂത്തുകളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ അനുസരിച്ച് ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥിതി വിലയിരുത്തി വരികയാണ് മുന്നണികൾ. ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ വിജയം ഇത്തവണയും ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF നേതൃത്വം. എന്തുകൊണ്ടും LDF-ന് തുടർ ഭരണം ലഭ്യമാക്കാൻ കഴിയുന്ന അത്ര എണ്ണം ഈ ജില്ലയിൽ നിന്ന് ഏറ്റവും മാക്സിമം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. തൃശൂർ, മണലൂർ, നാട്ടിക മണ്ഡലങ്ങളാണ് BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. ഇവിടെ പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് BJP-യും വിലയിരുത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ശ്രീ സുരേഷ് ഗോപി MP വിജയിച്ചിട്ടുള്ള ഒരുപാട് മണ്ഡലം, 6ഓളം മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിലെല്ലാം നല്ല മത്സരം നടക്കുകയാണ്. ഇവിടെയെല്ലാം വിജയിക്കുമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ തികച്ചും വലിയ വിജയപ്രതീക്ഷയിലാണ്. TCV തൃശൂർ. ചന്ദ്രാപിന്നി മേഖലയിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 5 മാസം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ. എടത്തിരുത്തി 10-ാം വാർഡ് നേതാജി റോഡ് പരിസരത്തെ വീടുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് നിലച്ചിരിക്കുന്നത്. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഈ മേഖലയിൽ കുടിവെള്ളം എത്തിക്കുന്നത്. ചന്ദ്രാപിന്നിയിൽ ദേശീയപാതയോരത്ത് 200 mm വിതരണ പൈപ്പ് പൊട്ടിയതാണ് കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം. 5 മാസം മുൻപ് പൊട്ടിയ പൈപ്പ് 2 തവണ കരാറുകാരെത്തി ചോർച്ച അടച്ചിരുന്നു. എന്നാൽ വെള്ളം പമ്പ് ചെയ്യുന്നതോടെ വീണ്ടും പൈപ്പ് പൊട്ടുകയായിരുന്നു. ഇതോടെ പ്രദേശത്തെ 60ഓളം വീടുകളിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെടുകയായിരുന്നു. കുടിവെള്ളം ഇല്ലാതായതോടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള വാട്ടർ കിയോസ്കുകളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നും മറ്റുമാണ് പ്രദേശവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. 5 മാസമായിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്ന് വോട്ട് ബഹിഷ്കരിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 5-5.5 മാസത്തോളം ഇവിടെ വെള്ളം ഇല്ലാണ്ടിരിക്കുന്നു. വോട്ടെടുപ്പായിട്ട് എല്ലാവരും വന്നിരുന്നു, എല്ലാ പാർട്ടിക്കാരും വന്നിരുന്നു. എല്ലാ പാർട്ടിക്കാരോട് ഞങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞൊരു വിഷയമാണ് ഇപ്പോൾ വരാൻ പോണത്. അതിനൊരു തുള്ളി വെള്ളമില്ല. ഞങ്ങൾ അതുകൊണ്ട് ഇവിടുന്ന് കുറേ വീട്ടുകാർ വോട്ടും ചെയ്തിട്ടില്ല പ്രാവശ്യം. 10-60 കുടുംബങ്ങൾ വെള്ളം കിട്ടിയിട്ട് 4-5 മാസക്കാലത്തോളമായി. ഇന്നലെ തെരഞ്ഞെടുപ്പായിരുന്നു, ഇന്നലെ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അവരെ പ്രതിഷേധം നോണം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ മൗലിക അവകാശവും പൗരാവകാശവുമാണ് വോട്ടവകാശം. ആ വോട്ട് പോലും ഇന്നലെ ഒരു പ്രദേശത്തെ 60ഓളം കുടുംബങ്ങൾ ബഹിഷ്കരിക്കുകയുണ്ടായിരുന്നു. ഇതെല്ലാം വാട്ടർ അതോറിറ്റിനെ അറിയിച്ചിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. TCV
കയ്പമംഗലം. കേച്ചേരി തലക്കോട്ടുകരയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷകൾ ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. അമ്പലപുരം സ്വദേശി കിണറുമാക്കൽ വീട്ടിൽ അബ്ദുൾ റഹ്മാന്റെ മകൻ 52 വയസ്സുള്ള മുഹമ്മദാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർ ചേലക്കര കൊണ്ടാഴി സ്വദേശി പ്രവീൺ, യാത്രക്കാരായ തങ്കം, അനയ് എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്കൂട്ടർ യാത്രിക വേലൂർ സ്വദേശിനി വന്ദനയെ അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട CNG ഓട്ടോറിക്ഷയുടെ ഡ്രൈവർ ചാവക്കാട് മണത്തല സ്വദേശി അഷ്കറിനും പരിക്കേറ്റിട്ടുണ്ട്. കേച്ചേരി ഭാഗത്തുനിന്നും വന്നിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് എതിരെ വന്ന CNG ഓട്ടോയിലും സ്കൂട്ടറിലും ബൈക്കിലും ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ ബൈക്ക് യാത്രികന് നേരെ ഇടിച്ചു കയറുകയായിരുന്നു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി അകമലയിൽ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ മടങ്ങിയ പ്രിസൈഡിംഗ് ഓഫീസറുടെ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലേക്കും മൺപാത്ര കടയിലേക്കും ഇടിച്ചുകയറി. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. അത്താണി മിണാലൂർ കൊച്ചുപറമ്പിൽ വീട്ടിൽ ബിജു ജോർജ് ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് നിന്നും തൃശൂരിലേക്കുള്ള യാത്രക്കിടയിലാണ് അപകടമുണ്ടായത്. പാലക്കാട് മുണ്ടൂർ പ്രിസൈഡിംഗ് ഓഫീസറായിരുന്ന ബിജു ജോർജ് ഇലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ചാണ് നിന്നത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. മണ്ണുത്തി ദേശീയപാത സർവീസ് റോഡിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. കിഴക്കേ വെള്ളാനിക്കര സ്വദേശി അനിലിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ മണ്ണുത്തി പോലീസ് സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത്. ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് ഇനി ഓർമ്മയായി. ബുധനാഴ്ച അന്തരിച്ച തൃശൂർ അതിരൂപത മുൻ വികാരി ജനറാളും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് സ്ഥാപക ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നു. മൃതദേഹ സംസ്കാര ശുശ്രൂഷകളുടെ ആദ്യഘട്ടം ബിഷപ്പ് മാർ ടോണി നീലങ്കാവലിന്റെ നേതൃത്വത്തിൽ നടന്നു. തുടർന്ന് വ്യാകുല മാതാ ബസലിക്കയിൽ വിശുദ്ധ കുർബാനയോടുകൂടിയുള്ള സംസ്കാര ശുശ്രൂഷയുടെ മറ്റു കർമ്മങ്ങൾ നടന്നു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കാർമ്മികത്വം വഹിച്ചു. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുസ്മരണ സന്ദേശം നൽകി. സംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം ഭൗതികദേഹം പഠനാവശ്യത്തിനായി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിട്ടുനൽകും. തൃശൂർ ബെനറ്റ് റോഡിലുള്ള സഹോദരന്റെ ഭവനത്തിലും പള്ളിയിലും പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നാടിന്റെ നാനാതുറകളിൽപ്പെട്ട 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ പൂരപ്പന്തലുകളുടെ കാൽനാട്ടുകർമ്മം ഞായറാഴ്ച നടക്കും. നടുവിലാലും നായ്ക്കനാലുമായി പണിയുന്ന പന്തലുകളുടെ കാൽനാട്ടുകർമ്മം ഞായറാഴ്ച രാവിലെ 10:45-നും 11:45-നും ഇടയിൽ നടക്കുമെന്ന് ദേവസ്വം സെക്രട്ടറി അറിയിച്ചു. ഫ്യൂച്ചർ ചെസ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 19-ന് തൃശൂരിൽ ഇന്റർനാഷണൽ ഫിഡെ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിക്കും. പാർമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ നടക്കുന്ന ഇന്റർനാഷണൽ ചെസ് ടൂർണമെന്റിൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 400-ലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കും. വിജയികൾക്ക് 4 ലക്ഷം രൂപ സമ്മാനിക്കും. റാപ്പിഡ് ഫോർമാറ്റിൽ സംഘടിപ്പിക്കുന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം 19-ന് രാവിലെ 9:30-ന് നടക്കും. 10 മുതൽ നടക്കുന്ന ടൂർണമെന്റ് വൈകിട്ട് 6-ന് സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ ടൂർണമെന്റ് ഡയറക്ടറും തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷൻ പ്രസിഡന്റുമായ വിപിൻ വിജയൻ, സെക്രട്ടറി പ്രസാദ് സുബ്രഹ്മണ്യൻ, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ സഫർ ഹുസൈൻ എന്നിവർ പങ്കെടുത്തു. ഇടവേള. സ്വപ്നങ്ങൾ, എപ്പോഴും ദൂരെയെന്ന് തോന്നിയ ചില യാത്രകൾ, മാഗസിനിൽ ചിത്രങ്ങളിൽ മാത്രം കണ്ടിരുന്ന രാജസ്ഥാനിലെ കോട്ടകൾ,
ബക്കറ്റ് ലിസ്റ്റിലെ ആഗ്ര ട്രിപ്പ്, ഭക്തിയോടെ ഉള്ളിൽ സൂക്ഷിച്ചൊരു മൂകാംബിക ദർശനം, കൂട്ടുകാരോടൊപ്പം തായ്ലൻഡിലേക്കൊരു വിനോദയാത്ര. ഇൻട്രൊഡ്യൂസിംഗ് യെസ് ടു ഗോ. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ടി വരില്ല. യെസ് ടു ഗോയിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാക്കേജ് തിരഞ്ഞെടുക്കും. മാസതവണകളായി അടച്ച് നിങ്ങളുടെ സ്വപ്നയാത്ര ഞങ്ങളോടൊപ്പം ആഘോഷിക്കും. ഇനി സ്വപ്നങ്ങളോട് ധൈര്യമായി പറയാം, യെസ് ടു ഗോ. ദ വേൾഡ് ഈസ് വെയിറ്റിംഗ്. വാർത്തയിലേക്ക്. ബൈബിൾ മിഷണറി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫിയാത്ത് മിഷന്റെ 7ാമത് മഹാസംഗമം ഈ മാസം 13 മുതൽ 19 വരെ തൃശൂർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ നടക്കും. ഇന്ത്യക്ക് അകത്തും പുറത്തു നിന്നുമുള്ള വിവിധ റീത്തുകളിലെ ബിഷപ്പുമാരും വൈദികരും സന്യസ്തരും അൽമായ മിഷണറിമാരും സംഗമത്തിൽ പങ്കെടുക്കും. ബിഷപ്പുമാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വ്യത്യസ്ത റീത്തുകളിലും വിവിധ ഭാഷകളിലും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയോടുകൂടി ദിവസവും രാവിലെ 9 ആരംഭിക്കുന്ന സംഗമം രാത്രി 9 സമാപിക്കും. മിഷൻ എക്സിബിഷൻ, മിഷൻ ട്രെയിനിംഗ്, മിഷൻ ഗാദറിംഗ് എന്നിങ്ങനെ 3 പ്രധാന വിഭാഗങ്ങളിലായിട്ടാണ് സംഗമം നടത്തപ്പെടുന്നത്. വ്യത്യസ്ത സംസ്കാരങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും പരിചയപ്പെടാൻ ഈ സംഗമം സഹായിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ പോളി തോമസ്, ഷാജി പറമ്പൻ, ജോസ് ഊലിക്കൽ, തോമസ് ആലപ്പാട് എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ 70 വയസ്സ് തികഞ്ഞ മുതിർന്ന വ്യാപാരികൾക്കുള്ള 3ാം ഘട്ട പെൻഷൻ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TK ഷാജി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ KJ ശ്രീജിത്ത്, വൈസ് പ്രസിഡന്റ് PK സത്യശീലൻ, സെക്രട്ടറി MS സാജു, PRO രാജീവൻ പിള്ള, കോർഡിനേറ്റർ PR ബാബു, വനിതാ വിംഗ് സെക്രട്ടറി സുപ്രഭ ഉണ്ണികൃഷ്ണൻ, യൂത്ത് വിംഗ് സെക്രട്ടറി പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഈ നാട്ടിലുണ്ടാവാൻ പാടില്ല. അപ്പൊ എന്താണ് നമ്മുടെ പുണ്യത്തിന്റെ ബോക്സ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓരോ സ്ഥാപനത്തിലും 1/2 സ്ക്വയർ ഫീറ്റ് നമ്മുടെ ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വയ്ക്കും. 1/2 സ്ക്വയർ ഫീറ്റ് നമ്മുടെ ബോക്സ് വെച്ച് രാവിലെ കട തുറക്കുമ്പോ നമ്മുടെ എന്താ പറയാ, ഈ താക്കോലൊക്കെ ഒന്ന് നെഞ്ചത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കൂല, ദൈവമേ നല്ല കച്ചവടം ഉണ്ടാവുന്ന എല്ലാവർക്കും പ്രാർത്ഥന, എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് പറയും, എനിക്ക് നല്ല കച്ചവടം ഉണ്ടാവണം എന്ന് പറയും. കാശ് കൊടുക്കാനുള്ള ആളുകൾ. കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ബാലവേദി അവധിക്കാല ക്യാമ്പിന്റെ ഭാഗമായി പ്രസംഗ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ കുമാർ പരിശീലന ക്ലാസ് നയിച്ചു. എഴുത്തുകാരൻ ദാസൻ ചാണാശ്ശേരി, വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ്, വൈസ് പ്രസിഡന്റ് VB ജോഷി, വൈസ് പ്രസിഡന്റ് PB ജോഷി, ബാലവേദി കോർഡിനേറ്റർ PA രവി, ലൈബ്രറിയൻ രാധാവിജയൻ, ലിറ്റി ഷോബി, ഹിമ എന്നിവർ സംസാരിച്ചു. തൊഴിലിടത്തെ ലൈംഗിക അതിക്രമം, GST ജോയിന്റ് കമ്മീഷണർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. സഹപ്രവർത്തകയോട് ലൈംഗിക അതിക്രമം കാണിച്ചുവെന്ന പരാതിയിൽ GST വകുപ്പ് തൃശൂർ ജില്ലാ ജോയിന്റ് കമ്മീഷണർ AV സുരേഷിനെതിരെയാണ് നടപടിക്ക് ശുപാർശ. തൃശൂർ ജില്ലാ കളക്ടർക്കും GST വകുപ്പ് കമ്മീഷണർക്കും നിർദ്ദേശം നൽകി. പരാതിക്കാരിയായ സഹപ്രവർത്തകയുടെ ഫോണിലേക്ക് ഇയാൾ അശ്ലീല വീഡിയോ ലിങ്കുകൾ അയക്കുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും ചെയ്തു എന്നാണ് പോഷ് ആക്ട് കമ്മിറ്റിയുടെ കണ്ടെത്തൽ. കലാനിധി സെന്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ വിഷുവിനെ മിഴാവുകുട്ടി വരവേറ്റുകൊണ്ട് ഞായറാഴ്ച വന്ദേ ശ്രീകൃഷ്ണാമൃതം ഗുരുവായൂരിൽ അരങ്ങേറും. ട്രസ്റ്റിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിഷു കൈനീട്ടം, വിഷു സദ്യ, ശ്രീകൃഷ്ണാമൃതം പുരസ്കാരം, എവർഗ്രീൻ എക്സലൻസ് പുരസ്കാരം, സിൽവർ ജൂബിലി പുരസ്കാരം, മാധ്യമ പുരസ്കാര സമർപ്പണം, വന്ദേ വൈകുണ്ഠനാഥം മ്യൂസിക്കൽ വീഡിയോ ആൽബം, വിഷു പക്ഷികൾ പാടുന്നു കവിതാ സമാഹാരം എന്നിവയുടെ പ്രകാശനം, കാവ്യവേദി, സിനിമ മിനി സ്ക്രീൻ താരങ്ങളും സംഗീത സംവിധായകരും കലാനിധി പ്രതിഭകളും ചേർന്ന് അവതരിപ്പിക്കുന്ന നാഗധ്വനി ഭജൻസ് എന്നിവ വേദിയിൽ അരങ്ങേറും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് ഗുരുവായൂർ കിഴക്കേ നട ബാസുരി ഓഡിറ്റോറിയത്തിൽ വയലാർ രാമവർമ്മയുടെ മകൾ ഇന്ദുലേഖ വയലാർ ഉദ്ഘാടനം നിർവഹിക്കും. മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യാതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ കലാനിധി ചെയർപേഴ്സണും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഗീത രാജേന്ദ്രൻ, കവി ഡോക്ടർ C രാവുണ്ണി, പ്രദീപ് തൃപ്പരപ്പ്, ഉണ്ണി ബാസുരി എന്നിവർ പങ്കെടുത്തു. സമർഥനം ട്രസ്റ്റ് ഫോർ ദി ഡിസേബിളിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി സൗജന്യ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകും.
റീറ്റെയിൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് 3 മാസം ദൈർഘ്യമുള്ള സൗജന്യ പരിശീലനമാണ് നൽകുന്നത്. കോഴ്സിന്റെ പരിശീലനം നോർത്ത് പറവൂരിനടുത്തുള്ള ട്രെയിനിംഗ് സെന്ററിൽ നടക്കും. ഭക്ഷണം, താമസം, പഠനോപകരണങ്ങൾ എന്നിവയെല്ലാം സൗജന്യമാണ്. SSLC ആണ് അടിസ്ഥാന യോഗ്യത. 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 14-നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. കൂടുതൽ വിവരങ്ങൾക്ക് 7907019173 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ സെന്റർ മാനേജർ ഹരികൃഷ്ണൻ, ET ആഷിഖ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വയനാട്, ഇടുക്കി ജില്ലകൾ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ലൈംഗിക അതിക്രമ കേസിൽ റിമാൻഡിലായിരുന്ന ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യം. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രഞ്ജിത്തിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രതിയുടെ സിനിമയിലുള്ളവരാണ് പ്രധാന സാക്ഷികൾ. ഇവരെ പ്രതി സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ സാക്ഷികളെ സ്വാധീനിക്കില്ലെന്നും സാക്ഷികൾ ഉള്ള പരിധിയിൽ പ്രവേശിക്കില്ലെന്നും രഞ്ജിത്ത് കോടതിയിൽ അറിയിച്ചു. തൃശൂർ ചെമ്പുകാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന പലവകയുടെ വാർഷികാഘോഷത്തിന് ഞായറാഴ്ച തിരശ്ശീല ഉയരും. ഞായറാഴ്ച വൈകിട്ട് 5-ന് ആരംഭിക്കുന്ന വാർഷികാഘോഷ പരിപാടിയിൽ കലാചരിത്രകാരൻ TV ചന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും. വാർഷികത്തോടനുബന്ധിച്ച് ആരംഭിക്കുന്ന ചിത്രശില്പ പ്രദർശനങ്ങൾ 19 വരെ പലവകയിൽ തുടരും. വാർത്താ സമ്മേളനത്തിൽ നിരഞ്ജന പലവക, ശില്പകലാ വിദ്യാർത്ഥി ആദർശ്, പലവകയിലെ വിദ്യാർത്ഥികളായ ആഹാൻ ജോൺറി, അഭിരാം അനിൽ എന്നിവരും പങ്കെടുത്തു. തൃശൂർ യാത്ര എന്ന യാത്രക്കാരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മൊബൈൽ ഫോട്ടോ പ്രദർശനവും യാത്രികാ സംഗമവും കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. 168 യാത്രികരുടെ 100ഓളം ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. പ്രദർശനം ആകാശവാണി പ്രോഗ്രാം അനൗൺസർ YS പൗർണമി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KV വിജയരാഘവൻ അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം ശനിയാഴ്ച വൈകിട്ട് 4-ന് നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്യും. നടൻ സുനിൽ സുഗത സമ്മാനദാനം നിർവഹിക്കും. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,025 രൂപ, പവന് 1,12,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Triprayar. ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചതോടെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. പോളിംഗ് ശതമാനം ഉയർന്നത് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിൽ മുന്നണികൾ. ചന്ദ്രാപിന്നി മേഖലയിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 5 മാസം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ. കേച്ചേരി തലക്കോട്ടുകരയിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷകൾ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. അമ്പലപുരം സ്വദേശി മുഹമ്മദാണ് മരിച്ചത്. ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് ഇനി ഓർമ്മയായി. ഭൗതിക ശരീരത്തിൽ നാടിന്റെ നാനാതുറകളിൽപ്പെട്ട 100 കണക്കിന് പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം.